അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തന്ന് അതൊക്കെ ചെയ്ത് കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഒരു ത്രൂഔട്ട് വേഷം കിട്ടിയത്. കിട്ടിയത്. അപ്പോൾ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ ചോദിച്ചു നമ്മൾ ചോദ്യത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് സമയത്തിലെ ആ നല്ലൊരു വേഷം കിട്ടി, ജോ എന്ന് പറഞ്ഞ ക്യാരക്ടർ സമയത്തിൽ. പിന്നെ ആ സമയം ഒറ്റ സീരിയൽ കഴിഞ്ഞ ശേഷം ഒരവസരം പോലും ചോദിക്കാതെ പിന്നെ കാരണം അന്ന് നമുക്കൊന്നും നമ്പറില്ല, നമ്മുടെ നമ്പറിലൊന്നും അല്ല വിളിക്കുന്നത്. അതിൻ്റെ ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും സ്ക്രിപ്റ്റ് റൈറ്ററെയൊക്കെ വിളിച്ചിട്ട് മറ്റേ ആ ക്യാരക്ടർ ചെയ്ത പയ്യനേതാ, നമുക്ക് നമ്മുടെ സീരിയലിലേക്ക് ഒരു വേഷം വേണമല്ലോ, ഏഴംപാല. അങ്ങനെയാണ് നമ്മുടെ മുകേഷിന്റെ സിസ്റ്റർ സന്ധ്യ രാജേന്ദ്രൻ, സന്ധ്യ ചേച്ചിയായിരുന്നു പ്രൊഡ്യൂസർ, എ രാജേന്ദ്രനും സന്ധ്യ ചേച്ചി മുകേഷിന്റെ സിസ്റ്റർ. അവര് ഈ സുധാകർ മംഗളത്തെ വിളിച്ചു ചോദിക്കും, ഈ സമയത്തിന്റെ റൈറ്ററാണ്. റൈറ്ററെ വിളിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് ആ പയ്യനെ വേണം, ഒരു വേഷം വേണം, ആ പയ്യനെ തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ സുധാകരനാണ് എന്നെ വിളിച്ച് പറയുന്നത്, മോനെ ഇങ്ങനെ ഇവര് വിളിക്കും, മോൻ പോകണം. അപ്പോൾ അത് കൊല്ലത്തായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് കൊല്ലം വരെ എത്തി. 2 വർഷം ഏഴംപാല എന്ന് പറയുന്ന ഒരു ഹൊറർ സീരിയലായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും തമാശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടുത്തെ ആർട്ട് ഡയറക്ടറും നമ്മളൊക്കെ ആയിട്ട് പെട്ടെന്ന് കമ്പനിയായി. അപ്പോൾ എന്നെ അഭിനയിക്കാൻ കൊണ്ട് നിർത്തുമ്പോൾ ഞാൻ അത് ശരിയായില്ല, അവിടെ നമുക്ക് അവിടെ ഒന്ന് ഇങ്ങനെയൊന്നും ആക്കണം നമ്മൾ അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ ഡയറക്ടർ എന്നെ കളിയാക്കോ, അവന്റെ ആർട്ട് ഡയറക്ടർ പുറത്തേക്ക് വരുന്നു, അതെല്ലാം ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മതി എന്ന് പറഞ്ഞ് കളിയാക്കും. പിന്നീട് അതിൽ കുറച്ച് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ടെക്നോളജി അന്നില്ലല്ലോ. ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഞങ്ങാനും ഒരു ഡോക്ടർ ക്യാരക്ടർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സാധനം, ഈ മരത്തിന്റെ ഒരു തൊലി ഇങ്ങനെ പൊട്ടിയിട്ട് ബ്ലഡ് ഇങ്ങനെ ഒഴുകുക. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര അത്ഭുതപ്പെട്ട അതിലേക്ക് നോക്കുന്നു. അപ്പോൾ അന്ന് അതിന്റെ ആ ഡയറക്ടർ അവൈലബിൾ അല്ലായിരുന്നു. ഞാനാ ചെയ്തത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് യാതൊരു